ഹലോ വെൽക്കം ടു ഓട്ടോ സക്സസ് അക്കാദമീസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, നമ്മുടെ IBPSൻ്റെ ടെൻറ്റേറ്റീവ് കാലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. ഓക്കെ, 2024-25 IBPSൻ്റെ എക്സാംസിൻ്റെ ഡേറ്റുകളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ RRB റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ക്ലർക്ക് ആൻഡ് PO, അതേപോലെ തന്നെ IBPSൻ്റെ ക്ലർക്ക് PO പ്ലസ് SO, ഇങ്ങനെ 5 പോസ്റ്റുകളുടെ കാലണ്ടറാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 5 പോസ്റ്റുകളുടെ എക്സാമിൻ്റെ ഡേറ്റുകളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് പ്രകാരമായിരിക്കും ഇനി അടുത്ത വർഷത്തേക്ക് എക്സാംസ് വന്നിട്ട് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കി കാലണ്ടർ നോക്കിക്കേ. ഇവിടെ ഓഫീസ് അസിസ്റ്റൻറ്റ്, ഓഫീസർ സ്കെയിൽ 1, അതായത് RRBയുടെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ക്ലർക്കാണ് ഓഫീസ് അസിസ്റ്റൻറ്റ്. ഓഫീസ് സ്കെയിൽ 1 പറഞ്ഞു കഴിഞ്ഞാൽ PO ആണ്, RRBയുടെ PO പോസ്റ്റുകളാണ്. ഓക്കെ, 3/8/2024, 4/8/2024, 10/8/2024, 17/8/2024, 18/8/2024, അങ്ങനെ 5 ഡേറ്റുകളാണ് RRBയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 8th മന്ത് പറയുമ്പോൾ നമുക്ക് ഓഗസ്റ്റിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ വരുന്നുണ്ട്. ഓക്കെ, എല്ലായ്പ്പോഴും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെയാണ് RRB സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 3, 4, 10, 17, 18 പറഞ്ഞിട്ട് ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും നമുക്ക് RRB ക്ലർക്കിൻ്റെയും POൻ്റെയും എക്സാം വരുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെയിൻസ് എപ്പോഴാണ് വരുന്നത് നോക്കിയേ. 29/9/2024, 6/10/2024. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത മാസമാണ് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് ഓഫീസ് സ്കെയിൽ 1ൻ്റെ മെയിൻസ് വരുന്നത്. അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് ഒക്ടോബർ ഫസ്റ്റ് വീക്കാണ് വരുന്നത് അല്ലേ. പിന്നെ അത് നോക്കിക്കേ, ഇവിടെ നോക്കിയേ ക്ലർക്ക്, അതായത് IBPS ക്ലർക്കിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ 24/8/2024, 25/8/2024, 31/8/2024. ഇവിടെ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഇവിടെ നമ്മുടെ RRBയുടെ പ്രിലിമിനറി തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും 18 വരെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 24, അതായത് തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക്, ലാസ്റ്റ് വീക്ക് അല്ലേ ഓഗസ്റ്റിന് 24, 25, 31, ഈ 3 നമുക്ക് IBPS ക്ലർക്കിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനാണ് നടക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നമുക്കെന്താ ഇവിടെ 31/8 വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 21/9, അതായത് സെപ്റ്റംബർ മാസം ലാസ്റ്റിലാണ് നമുക്ക് ഓഫീസ് സ്കെയിലിൻ്റെ മെയിൻസ് വരുന്നത്. അത് കഴിയുമ്പോൾ 6/10 ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ വരുന്നുണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് മെയിൻസും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 13/10/2024, അതായത് ഓഫീസ് അസിസ്റ്റൻസിൻ്റെ മെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് വീക്ക് ഒക്ടോബറിലാണ് നമുക്ക് വരുന്നത് ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് മന്ത് ഓഗസ്റ്റ് മാസം ഫുള്ളും നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷനാണ്. RRB ക്ലർക്കിൻ്റെയും RRB POൻ്റെയും അതേപോലെ IBPS ക്ലർക്കിൻ്റെയും പ്രിലിമിനറി എക്സാമിനേഷനാണ്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ലാസ്റ്റ് വീക്കാണ് വരുന്നത് RRBയുടെ ഓഫീസർ സ്കെയിൽ വരുന്നതും. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസും, ദെൻ സെക്കൻഡ് വീക്കിൽ നമുക്ക് ക്ലർക്കിൻ്റെ മെയിൻസും വരുന്നത് അല്ലേ. നല്ല രസമില്ലേ കേൾക്കാനായിട്ട്. ഇനി നോക്കിയേ, അത് കഴിഞ്ഞ് ഈ 3 പ്രിലിമിനറിയും കഴിഞ്ഞ് 3 മെയിൻസും കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രൊബേഷണറി ഓഫീസറിന് IBPS POൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് 19/10/2024, 20/10/2024. ഓക്കെ, 10th മാസത്തെ ഒക്ടോബറിൽ ഈ മെയിൻസ് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് വീക്ക് 19-നും 20-നും POൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു മാസം നല്ല ഗ്യാപ്പ് ഉണ്ട് അല്ലേ. നവംബർ 13 പിന്നെ അതിൻ്റെ മെയിൻസ് വരുന്നത് അല്ലേ. അതായത് ഈ 3 കഴിഞ്ഞ് അതിൻ്റെ മെയിൻസ് കഴിഞ്ഞിട്ടാണ് POക്ക് പ്രിലിമിനറിയും അത് കഴിഞ്ഞിട്ട് മെയിൻസും വരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഓഫീസറിൻ്റെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിവിടെ സ്പെഷ്യൽ ഓഫീസറിൻ്റെ വന്നിട്ട് പ്രിലിമിനറി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡിസംബർ 14 മെയിൻസും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പ്രിലിമിനറി എല്ലാം കഴിഞ്ഞിട്ടാണ് മെയിൻസ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോക്കിക്കേ, കഴിഞ്ഞ വർഷത്തെ കലണ്ടറാണ് 2023-24. ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ 5/8 തുടങ്ങിയിട്ടുണ്ട്, അതായത് ഓഗസ്റ്റിന് തുടങ്ങിയിട്ടുണ്ട്. RRB തുടങ്ങിയിട്ടുണ്ട് 5, 6, 12, 18 അല്ല 13, 19, അങ്ങനെ 5 ഡേറ്റുകൾ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് തന്നെ 26/8 പിന്നെ 27/8 ക്ലർക്കിൻ്റെ മെയിൻ പ്രിലിമിനറി വരുന്നുണ്ട്. അതേപോലെ
2/9/2023 ഓഗസ്റ്റ് സെപ്റ്റംബറിലും വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻസ് ഇത് 3 കഴിയുമ്പോൾ സെപ്റ്റംബർ 10 നമുക്ക് സ്കെയിൽ 1ൻ്റെ മെയിൻസും അതേപോലെ 16 വന്നിട്ട് ഓഫീസ് അസിസ്റ്റൻസിൻ്റെ മെയിൻസും വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്ക് POൻ്റെ പ്രിലിമിനറിയും വന്നിട്ടുണ്ട് അല്ലേ. 9th മന്ത് സെപ്റ്റംബറിൽ വന്നിട്ട് 23rd 30 അതേപോലെ ഒക്ടോബർ 1 നമുക്ക് POൻ്റെ വന്നിട്ട് പ്രിലിമിനറി വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കേ ഇതിൻ്റെ മെയിൻസ് വന്നു, ക്ലർക്കിൻ്റെ മെയിൻസ് വന്നു. അത് കഴിഞ്ഞിട്ട് നവംബർ 5 പ്രൊബേഷണർ ഓഫീസറിൻ്റെ മെയിൻസ് വന്നു. ഓവർലാപ്പ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, പ്രിലിമിനറി മെയിൻസ് ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നത്. പക്ഷെ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള വർഷം നോക്കിയാൽ 2022-23 ഇവിടെ സെയിം 7, 8, 13, 8, 14, 8, 20, 8, 21, 8 അങ്ങനെ വന്നിട്ട് RRB സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മാസം തന്നെ ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞ് 21 കഴിഞ്ഞു, പിന്നെ 28 ക്ലർക്ക് തുടങ്ങിയിട്ടുണ്ട്. 3/9 സെപ്റ്റംബറിൽ നടന്നിട്ടുണ്ട്. സെപ്റ്റംബർ നടന്ന് കഴിഞ്ഞിട്ട് ഓക്കെ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് 24/9 ഓഫീസ് സ്കെയിൽ 1ൻ്റെ മെയിൻസ്. അത് കഴിഞ്ഞിട്ട് ഓഫീസ് അസിസ്റ്റൻറ്റിന് 110 അല്ലേ. ഒക്ടോബറിലാണ് ഓഫീസ് അസിസ്റ്റൻ്റ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ശരിയാണ് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് കഴിഞ്ഞ ഉടനെ 8/10/2022 ക്ലർക്കിൻ്റെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ POൻ്റെ പ്രിലിമിനറി ഡേറ്റ് ഇട്ടിരിക്കുന്നത് 15/10, 16/10, 22/10. അത് കഴിഞ്ഞിട്ട് നവംബർ 26 POൻ്റെ മെയിൻസ് വന്നിട്ടുണ്ട് ഓക്കെ. ഇത് സ്പെഷ്യലിസ്റ്റ് ഓഫീസറൊക്കെ ഡിസംബറിലായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ ഏകദേശം സെയിം രീതിയിലാണ് നമുക്ക് ഇപ്രാവശ്യം വന്നത്. 2022-23 വന്ന രീതിയിലാണ് ഇപ്പോൾ 24-25 വന്നിരിക്കുന്നത്. അതായത് പ്രിലിമിനറി എല്ലാം കഴിഞ്ഞ് മെയിൻസ്, അത് കഴിഞ്ഞ് POൻ്റെ പ്രിലിമിനറി, അത് കഴിഞ്ഞിട്ട് മെയിൻസ് ഓക്കെ. ഇതിന് തൊട്ട് മുന്നിലുള്ള വർഷം നോക്കുകയാണെങ്കിൽ അതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. 8ാം മാസം തുടങ്ങി, ഓഗസ്റ്റ് തുടങ്ങി, ഫസ്റ്റ് ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട്. 21 വരെ പ്രിലിമിനറി ഓഫീസ് അസിസ്റ്റൻറ്റും ഓഫീസർ സ്കെയിൽ 1ൻ്റെയും വന്നിട്ടുണ്ട് പ്രിലിമിനറി. അത് കഴിഞ്ഞിട്ട് ആ മാസം ലാസ്റ്റും പിന്നെ സെപ്റ്റംബർ 5 വരെ ക്ലർക്കിൻ്റെ എക്സാമിനേഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടോ മെയിൻസ് എപ്പോഴാണ് വരുന്നത് ഓക്കെ 25/9/2021 3/10/2021 ഓഫീസ് സ്കെയിൽ 1ൻ്റെ ഓഫീസ് അസിസ്റ്റൻറ്റും മെയിൻസ് നടന്നിരിക്കുന്നത്. അതേപോലെ ക്ലർക്കിൻ്റെ മെയിൻസ് നടന്നത് 31/10 വന്നിരിക്കുന്നത് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് 31/10 അതിൻ്റെ ഇടയിലൂടെ POൻ്റെ പ്രിലിമിനറിയും കൂടെ നടന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 3/10 നമ്മൾ പറഞ്ഞില്ലേ, ഓഫീസ് അസിസ്റ്റൻ്റ് മെയിൻസ് 3/10/2021 നടന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വീക്കെൻഡ് 9, 10, 16, 17 ദിവസങ്ങളിൽ POൻ്റെ പ്രിലിമിനറിയാണ് നടന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ക്ലർക്കിൻ്റെ മെയിൻസ് നടന്നിട്ട് പിന്നെ നവംബർ 27 POൻ്റെ മെയിൻസ് നടന്നിരിക്കുക ഓക്കെ. അതും ഓവർലാപ്പ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് ഓക്കെ. അപ്പോൾ നമുക്ക് 2022-23 നടന്ന പോലെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള കലണ്ടറിൽ വന്നിരിക്കുന്നത് ഓക്കെ. പഠിക്കാൻ നല്ല പറ്റിയ ടൈമാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തൊട്ട് നമുക്കിവിടെ ഡിസംബർ 14 വരെ എക്സാംസ് നടക്കുന്നുണ്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഇപ്പോൾ തന്നെ ജനുവരി 1 നമുക്ക് RRBയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ. ജനുവരി 1 റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ IBPS ക്ലർക്കിൻ്റെയും POൻ്റെയൊക്കെ റിസൾട്ട് എപ്പോൾ വരാം, ഏപ്രിൽ 1 ആകുമ്പോൾ വരും ഓക്കെ. അപ്പോൾ അതോടുകൂടി ഈ വർഷത്തെ കഴിഞ്ഞു, എക്സാമിനേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത മാസം പറഞ്ഞ അടുത്ത എക്സാം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റിൽ തുടങ്ങുന്ന RRB ഓഗസ്റ്റിൽ തുടങ്ങി ഡിസംബർ 14-12-2024 സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ മെയിൻസ് കഴിയുന്നതോടെ ഈ വർഷത്തെ എക്സാംസും കംപ്ലീറ്റ് ആവും ഓക്കെ. അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പഠിച്ച് ഈ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് ഏതെങ്കിലും ഒരു എക്സാമിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കയറാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ. അപ്പോൾ കലണ്ടർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഡേറ്റിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങുക. നല്ലൊരു ടൈമാണ്. പിന്നെ വേക്കൻസിയൊക്കെ പബ്ലിഷ് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആദ്യം വരുന്നത് RRBയുടെ ആയിരിക്കും. അതെന്തായാലും ഏപ്രിൽ മെയ്ക്കകത്ത് വന്നിരിക്കും ഓക്കെ. പഠിക്കാൻ തുടങ്ങുക. താങ്ക് യു.